സുഹൃത്തുക്കളെ, നമ്മളുടെ ദുബായ് എന്നും അത്ഭുതങ്ങളുടെയും പുതിയ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസിൻ്റെയും നാടല്ലേ. ഇതാ മറ്റൊരു അത്ഭുതം. നമുക്ക് പോകാം ലവ് ലേക്ക് ദുബായ്. നമ്മൾ അജ്മാനിൽ നിന്ന് ഷാർജയിൽ കൂടെയാണ് ദുബായിലേക്ക് പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ UAE നിന്ന് ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ അൽക്വാദ്ര ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കാറ് ഓഫ് റോഡ് അധികം പാടില്ല, ഡ്രോണുകൾ പാടില്ല, പൊല്യൂട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇവിടെ ലവ് ലേക്ക് മാത്രമല്ല, ഫ്ലെമിംഗോ ലേക്കും ഉണ്ട്, ബേർഡ് വ്യൂയിങ് പ്ലാറ്റ്ഫോംസും ഉണ്ട്. നമ്മളിവിടെ ലവ് ലേക്ക് എന്ന് പറഞ്ഞ ലേക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ മിക്കുള്ള എല്ലാ സാധനങ്ങളും ഒരു ഹാർട്ട് ഷേപ്പിലാക്കിയിരിക്കുന്നുണ്ട്. നല്ല രസമാണ്. അതുമാത്രമല്ല ഇവിടെ ഫുള്ള് പച്ചപ്പ് നല്ലോണം ഉണ്ട്. നല്ല രസമാണ്. അത് ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ ചെറിയ പച്ചപ്പ്. ശരിക്കും ദുബായ് സമ്മതിക്കണം. ഇത് മുഴുവൻ വളർന്നു വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടെ സമയം എടുക്കുമെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ നിങ്ങൾ ഇത് ഏരിയൽ വ്യൂവിലാണ് കാണുന്നതെങ്കിൽ 2 ഹാർട്ട് ചേർന്നിരിക്കുന്ന പോലെ ആയിരിക്കും കാണുന്നത്. ബേർഡ്സിനും ഫീഡ് ചെയ്യാൻ പാടില്ല. പക്ഷെ കുറച്ചും കൂടെ പോയി കഴിയുമ്പോൾ അവർ നമുക്ക് ഫിഷ് ഫുഡ് തരും, നമുക്ക് ഫീഡ് ചെയ്യാം. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് അതിന് ഫീഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഫുഡ് തരും, നമുക്ക് വേണേൽ ഫീഡ് ചെയ്യാം. സുഹൃത്തുക്കളെ, അവിടെ കുറേ പച്ചപ്പുണ്ട്. എന്നിട്ട് ഇവിടെ കുറേ ഫോട്ടോ പോസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് ഇവിടെ വാക്കിംഗ് ട്രാക്ക് ഉണ്ട്, നമുക്ക് അതിൽ കൂടെ ജോഗ് ചെയ്യാം, നടക്കാം. പിന്നെ ഇവിടെ വള്ളത്തിൽ കുറേ ചെറിയ മീനുണ്ട്, വലിയ കോഴിക്കാർപ്പുകളും ഉണ്ട്. നിങ്ങളിങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു വൈകുന്നേരം ആ സമയത്ത് വരാനായിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യണേ. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വള്ളത്തിൽ നോക്കുമ്പോൾ സൂര്യനെ കാണാം, സൂര്യൻ്റെ റേസ്. നല്ല രസമാണ്. ഇത് ഇവിടുത്തെ വള്ളത്തിന് അത്ര ആഴമില്ല. എല്ലായിടത്തും ചെറിയ മീനും വലിയ കോഴിക്കാർപ്പുകളെയും കാണാം. നമ്മളുടെ ഈ ലവ് ലേക്ക് 2 ഹാർട്ടായിട്ടാണ് വെച്ചേക്കണേ. ഒന്ന് അവിടെയും ഒന്ന് ഇവിടെയും. നമുക്ക് മറ്റേ ഹാർട്ടിലേക്ക് ഇപ്പോൾ പോവാം. എല്ലാ ചെടിയൊന്നും അത്ര ഫ്രണ്ട്ലി അല്ല. ഇപ്പം നമുക്ക് ഈ ചെടിയിൽ തന്നെ കുറേ മുള്ളുണ്ട്. അതുകാരണം നമ്മുടെ മേത്ത് മുട്ടിയാൽ നല്ലോണം വേന എടുക്കുന്നതാണ്. ഇവിടെ നല്ല കാറ്റുള്ള ഏരിയ ആണ്. നിങ്ങൾ കണ്ട് ഇവിടെ ചെടിയിലേക്ക് മറിച്ചിരുന്നത്.
സുഹൃത്തുക്കളെ നോക്കൂ, അരയണങ്ങൾ എത്ര ഡിസിപ്ലിൻഡ് ആയിട്ട് നടക്കണമെന്ന്. ലൈനായിട്ട് ഓരോന്നത്തിനെ ഫോളോ ചെയ്ത് സുഹൃത്തുക്കളെ, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ 5 പേർക്കേ പോകാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ കോയ് ഫിഷിനെ നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. അവർ ഫിഷ് ഫുഡ് വരെ നമുക്ക് ഫീഡ് ചെയ്യാം. ഇവിടെ കുറച്ചും കൂടെ ഡീപ്പ് ഏരിയ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണം. അകത്തേക്ക് പോകണം. സുഹൃത്തുക്കളെ, നമുക്ക് ഫിഷ് ഫുഡ് കിട്ടി. നമ്മളിനി കോയ് ഫിഷിന് ഫീഡ് ചെയ്യുവാണേ. നോക്കിക്കോ. ഓ, പൊളിച്ചു! എത്ര ഫിഷ് ഇവിടെ! ഓ, ഇവിടുന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഫിഷിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് കൊടുക്കുന്നത്. ടച്ച് ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഓ, ഫിഷ് അറ്റാക്കിംഗ് അല്ല. കടിച്ചില്ല, ലൈക്ക് വായിൻ്റെ അകത്തേക്ക് ഇട്ടു. എൻ്റെ കൈ കോഴി ഫിഷ് കടിച്ചു. വേദന ഒന്നും എടുക്കില്ല കഴിക്കുമ്പോൾ, എന്നാലും വലിച്ചങ്ങ് എടുക്കും. ഇവിടെ ഓരോ ഫിഷിനെ കുറിച്ചും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കാം, ഇല്ല ഫോട്ടോ എടുത്ത് പിന്നെ നോക്കാം. അങ്ങനെ എല്ലാം ഇങ്ങനെ ലവ് ഷേപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടുന്ന് വേണേൽ വെള്ളം എടുത്ത് കൈ കഴുകാവുന്നതാണ്. ഇവിടെ വലിയൊരു യു ഫ്ലാഗ് ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ വ്യൂ അത്ര എളുപ്പത്തിൽ കാണാത്തില്ലെങ്കിലും അവിടെയാണ് നമ്മൾ പോയി കോയിനെ ഫീഡ് ചെയ്ത് കൈയൊക്കെ കോയി കൊണ്ട് കടിപ്പിച്ചത്. ഇത് ഫുൾ നല്ല വ്യൂ. ഇവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാം. അത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അതിൽ നമുക്ക് വെള്ളം അങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ട് നമുക്ക് ആ വെള്ളത്തിൽ കൂടെ നടക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതെല്ലാവർക്കും പറ്റുന്ന പോലെ എല്ലാം ഹാർട്ടിൻ്റെ ഷേപ്പിൽ ആക്കിയിട്ടുണ്ട്. എല്ലാം പറ്റുന്ന പോലെ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കുറേ പൂക്കൾ കാണാം. നമ്മൾ നടക്കണ പാതയിൽ കൂടെയും പൂക്കൾ കാണാം. നമ്മളതിനെ ചവിട്ടി ഉപദ്രവിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ഇവിടെ പോകണം. ഇവിടെ കുറച്ചും കൂടെ ഉറപ്പിച്ച് വെക്കാം. കോയ് ഫിഷ് ഉയ്യോ പേടിച്ചു പോയി. അവിടെ ഫിഷ് ഫുഡ് കൊടുക്കുന്ന നേരത്ത് മാത്രം നമ്മൾ കൈയിട്ടാൽ കോഴി വരും. ഇല്ലാത്തടത്ത് പേടിച്ചു പോകും. നമ്മൾ അങ്ങോട്ട് നടക്കാം. നമ്മളങ്ങോട്ട് പോകണം. നല്ല രസമാണ് കേട്ടോ എല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ. കാരണം ഇതിലെ കുറച്ച് തിരക്കൊക്കെ കൂടി നമ്മൾ വേഗം പോവാം. ഇതെനിക്ക് തോന്നുന്നു ഇത് ഒലീവാണെന്ന് കേട്ടോ. അവിടെ കുറച്ച് അങ്ങനത്തെ ചെടികളുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി കളറിലുള്ള പൂക്കളും ഉണ്ട്. നമ്മളിവിടുന്ന് ലവ് ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എക്സിറ്റ് അടിക്കുകയാണ്. ഇനി നമ്മൾ ഫ്ലെമിംഗോ ലേക്കിലേക്ക് പോവുകയാണ്. നമ്മളിവിടെ ഫ്ലെമിംഗോ ലേക്കിൽ എത്തിയിരിക്കുകയാണ്. അതേ കാര്യം തന്നെ
ബാർബിക്യൂ പോട്ട്സിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകാം. ഇതിൻ്റെ അകത്തേക്ക് ഇപ്പം എന്താ അറിയില്ല, വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല. അവർക്കറിയാവുന്ന വണ്ടിക്ക് മാത്രം പോകാം. ഇവിടെ CCTV ക്യാമറ ഉണ്ട്. നമ്മൾ ഇതിൽ ചെറിയൊരു സ്ഥലത്ത് കൂടെ കയറുവാണ്. നമ്മൾ പോകണം ഗൈസ്. ഇവിടെ ഉണ്ട് കുറച്ച് പച്ചപ്പൊക്കെ. ഇവിടെ ഓരോ ഫ്ലെമിംഗോ ഉണ്ട്, അവരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി കാണാം. അവിടെ സെൽഫി സ്പോട്ട്സ് ഒക്കെ ഉണ്ട്, നല്ല രസമാണ്. അവിടെ ഊഞ്ഞാല്, കുറേ ഫ്ലെമിംഗോസ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. നമുക്ക് ഇവിടുന്ന് ഈജിപ്ഷ്യൻ ഗൂസിനെ നല്ല വ്യക്തമായിട്ട് കാണാം, കുറച്ച് അടുത്തുനിന്ന് കാണാം. നമ്മൾ ഇനിയും കാണിച്ചു തരാം. ഇത് കുറച്ച് അടിയിൽ കൂടെ പോകണം. ഇതിൻ്റെ അകത്തും ഉണ്ട് കേട്ടോ കോഴി, വളരെ കുറവാണെന്നുള്ളൂ. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ നല്ല വ്യൂ കിട്ടും ഫ്ലെമിംഗോകളുടെ. ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കുറേ ഉണ്ട് അവിടെ. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്താൽ നമ്മളുടെ വീഡിയോ ആദ്യമേ കാണാം. ബൈ ബൈ.